ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगुणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखान्वितंश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोस्तुते। तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवे प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. നമ്മളിന്ന് വായിക്കാൻ പോകുന്നത് മുകുന്ദമാല 27ാമത്തെ ശ്ലോകം. നമാമി നാരായണ പാദ പങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം. നമാമി നാരായണ പാദ പങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം. ഓക്കെ, രണ്ടുപേരും വായിച്ചോളൂ. നമാമി നാരായണ പാദ പങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം. നമാമി നാരായണ പാദ പങ്കജം കരോമി നാരായണം പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം. ഹരിബോൾ. നമാമി നാരായണ പാദ പങ്കജം. അപ്പൊ ആദ്യത്തെ വാക്ക് തന്നെ എന്താണ്? നമാമി, ഐ ഓഫർ ഒബേസൻസസ്. നമാമീശ്വരം അല്ലേ? നമ്മളുടെ ദാമോദര അഷ്ടകത്തിലാണ് നമാമീശ്വരം. കുന്തിമഹാറാണി എന്താ പറഞ്ഞത്? നമസ്യേ പുരുഷം ത്വാദ്യം. എല്ലാം, അതായത് നമ്മുടെ ഭഗവാനെ ഡിവോട്ടീസിനെ കണ്ടാൽ എന്താ ആദ്യം ചെയ്യാം? നമസ്തേ, പ്രണാമം അല്ലെ? ആദ്യം തന്നെ ഭഗവാന് പ്രണാമം അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമാമി നാരായണ പാദപങ്കജം. ഭഗവാന്റെ പാദകമലങ്ങളിൽ നമ്മൾ പ്രണാമം അർപ്പിക്കുന്നു. കരോമി നാരായണ പൂജനം സദാ. ഭഗവാന്റെ പൂജ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു, സദാ. പിന്നെ വദാമി നാരായണ നാമനിർമ്മലം, നമ്മുടെ ഭഗവാന്റെ നാമം ഉച്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. സ്മരാമി നാരായണ തത്വമവ്യയം, എപ്പോഴും സ്മരിച്ചു കൊണ്ടിരിക്കുന്നു ഭഗവാന്റെ. അത് എങ്ങനത്തെ ഭഗവാൻ? അവ്യയമായിട്ടുള്ള ഭഗവാൻ, ഇൻഫാലിബിൾ, ഇൻഎക്സോസ്റ്റിബിൾ, ഇൻഡിസ്ട്രക്റ്റബിൾ. അങ്ങനെ ആ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു, സ്മരിച്ചു കൊണ്ടിരിക്കുന്നു, പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നു, പ്രണാമം ചെയ്തുകൊണ്ടിരിക്കുന്നു. 24 മണിക്കൂറും ഭഗവാന്റെ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക എന്നർത്ഥം. അതാണ് കൃഷ്ണാവബോധം.
കൃഷ്ണാവബോധം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് തൃപ്തി കൊടുക്കല്ല, ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രീതി കൊടുക്കുക. അതാണ് കൃഷ്ണാവബോധം. 24 മണിക്കൂറും നമ്മുടെ പിള്ളേര് നമ്മളുടെ സ്പിരിച്വൽ ആക്ടിവിറ്റി ഒരു സമയം, പർട്ടിക്കുലർ സമയം, ബാക്കിയെല്ലാം മെറ്റീരിയൽ ആക്ടിവിറ്റിയാണ് അല്ലേ. നമ്മൾ ജപിക്കുന്ന സമയം അത് ഭഗവാൻ വേണ്ടി നീക്കി വെച്ചിരിക്കുന്നു. ബാക്കി നമ്മൾ ഓഫീസിൽ പോകുന്നു, ബാക്കി വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, അതായത് നമ്മുടെ മെറ്റീരിയൽ ആക്ടിവിറ്റി. പക്ഷെ ഒരു ഭക്തനെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു സ്പിരിച്വൽ ആക്ടിവിറ്റി, മെറ്റീരിയൽ ആക്ടിവിറ്റി ഒന്നുമില്ല. എല്ലാം അദ്ദേഹം ഭഗവാന്റെ പ്രീതി. ഈവൻ നമ്മുടെ സോ കോൾഡ് മെറ്റീരിയൽ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്ന ഗൃഹസ്ഥാശ്രമത്തിലോ അല്ലെങ്കിൽ ഏത് ആശ്രമത്തിലോ ആണെങ്കിലും നമ്മൾ ചെയ്യുന്നതെല്ലാം ഭഗവാന്റെ പ്രീതി. ഈവൻ ഓഫീസിൽ പോകുന്നത്, പണം സമ്പാദിക്കുന്നത്, കുട്ടികളെ വളർത്തുന്നത്, ഇതെല്ലാം സ്പിരിച്വൽ ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം, പരിവർത്തനം ചെയ്യണം. അപ്പൊ നമുക്ക് രണ്ടെണ്ണം ഇല്ല, മെറ്റീരിയൽ ആക്ടിവിറ്റി, സ്പിരിച്വൽ ആക്ടിവിറ്റി. നമുക്ക് ഒറ്റയെന്നുള്ളൂ. ആക്ച്വലി ഭക്തന്മാരെ സംബന്ധിച്ചോളം ആക്ടിവിറ്റി എന്നുള്ളൂ, അതെല്ലാം ഭഗവാന്റെ പ്രീതിക്ക്. അത് മറ്റുള്ളവർക്ക് പുറമേ നോക്കുന്നവർക്ക് അതൊരു മെറ്റീരിയൽ ആക്ടിവിറ്റി ആയിട്ട് കാണാം, എങ്കിലും അത് ഭക്തന്റെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അത് മെറ്റീരിയൽ ആക്ടിവിറ്റി അല്ല. അപ്പൊ നമുക്ക് രണ്ട് ആക്ടിവിറ്റി നമ്മൾ രണ്ടെണ്ണം പാരലായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ശ്രീല പ്രഭുപാദ് അദ്ദേഹം മാനേജ്മെന്റ് ചെയ്യുന്നുണ്ട്, ടെമ്പിൾ മാനേജ്മെന്റ് ചെയ്യുന്നുണ്ട് അല്ലേ, ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്, ടെമ്പിൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ട്, കോർട്ട് കേസ് ഉണ്ടെങ്കിൽ, ലിറ്റിഗേഷൻ ഉണ്ടെങ്കിൽ അവിടെ പോയി അത് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട്. ഇതെല്ലാം മെറ്റീരിയൽ ആക്ടിവിറ്റിയാണോ? അല്ല. ഇതെല്ലാം പ്രഭുപാദയെ സംബന്ധിച്ചുള്ള സ്പിരിച്വൽ ആക്ടിവിറ്റി. എല്ലാം ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇതെല്ലാം ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അത് നമുക്കൊരു മെറ്റീരിയൽ ആക്ടിവിറ്റി ആയിട്ട് തോന്നാമെങ്കിലും കൂടി അത് മെറ്റീരിയൽ ആക്ടിവിറ്റി അല്ല. കാരണം അദ്ദേഹം 24 മണിക്കൂറും ഭഗവാനെ സേവിക്കുന്നു. അർജുനൻ യുദ്ധം ചെയ്യുന്നത് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്. അതേ യുദ്ധം ദുര്യോധനൻ ചെയ്യുന്നു, അത് സ്വന്തം ഇന്ദ്രിയത്തിന്റെ പ്രീതി വേണ്ടിയാണ്. അപ്പോൾ ഒരേ ആക്ടിവിറ്റി രണ്ട് തലത്തിൽ ചെയ്യുന്നു. അർജുനന്റെ സ്പിരിച്വൽ ആക്ടിവിറ്റിയും ദുര്യോധനന്റെ മെറ്റീരിയൽ ആക്ടിവിറ്റിയാണ്. കാരണം എന്താണ്? രണ്ട് ഉദ്ദേശ ലക്ഷ്യങ്ങളാണ്. അർജുനൻ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നു. അതേ യുദ്ധം ദുര്യോധനൻ ചെയ്യുന്നത് തൻ്റെ ഇന്ദ്രിയങ്ങളുടെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഒരേ ആക്ടിവിറ്റി എങ്ങനെ സ്പിരിച്വൽ ആവുമെന്ന്, ഒന്ന് മെറ്റീരിയൽ ആവുമെന്ന് മനസ്സിലാക്കാം അല്ലെ. നമ്മൾ ജോലിക്ക് പോകുന്നു, ഞാൻ ജോലിക്ക് പോയി പൈസ സമ്പാദിച്ചു, എൻ്റെ എന്താ പറയുക ഫാമിലി ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നു, അത് മെറ്റീരിയൽ ആക്ടിവിറ്റി. അതേ ഞാൻ ജോലിക്ക് പോകുന്നു, പൈസ സമ്പാദിക്കുന്നു, എൻ്റെ മക്കളെയും എൻ്റെ ഫാമിലിയെയും കൃഷ്ണാവബോധത്തിൽ വളർത്താനുള്ള ആഗ്രഹത്തോടുകൂടി പൈസ സമ്പാദിക്കുന്നു, അവരെ കൃഷ്ണ കോൺഷ്യസ് ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, അത് സ്പിരിച്വൽ ആക്ടിവിറ്റി ആയി. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലി സ്പിരിച്വൽ ആക്ടിവിറ്റി ആയി. അപ്പോൾ ഒരേ ആക്ടിവിറ്റി നമുക്ക് രണ്ട് തലത്തിലും കൊണ്ടു നടത്താൻ പറ്റും. അതിനെ സ്പിരിച്വൽ ആക്കാം, അതിനെ മെറ്റീരിയൽ ആക്കാം. നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം, നമ്മുടെ ഗോൾ, നമ്മുടെ ആംബിഷൻ എന്താണ്, അതനുസരിച്ചിരിക്കും അത് സ്പിരിച്വൽ ആണോ മെറ്റീരിയൽ ആണോ. അപ്പൊ ശുദ്ധ ഭക്തന്മാരെ എപ്പോഴും അവർക്ക് രണ്ട് ആക്ടിവിറ്റി ഇല്ല, അവരുടെ ആക്ടിവിറ്റി എല്ലാം സ്പിരിച്വൽ ആക്ടിവിറ്റിയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കി. So at every moment I bow down to the lotus feet of Narayana. Every moment. എങ്ങനെ അത് സാധിക്കുമോ? എന്താ അതിന്റെ ഉദ്ദേശം? എൻ്റെ അർത്ഥം എന്താണ് മനസ്സിലാക്കുന്നത്? At every moment I bow down to the lotus feet of Narayana. I perform worship to Narayana. I recite the pure name of Narayana and I reflect on the infallible truth of Narayana. Every moment. ഇതെല്ലാം ചെയ്യുമ്പോൾ 24 അദ്ദേഹം ചെയ്യുന്നതെല്ലാം ഒന്നുകിൽ പ്രണാമം ചെയ്യുന്നു, അല്ലെങ്കിൽ പൂജ ചെയ്യുന്നു, അല്ലെങ്കിൽ നാമം ഉച്ചരിക്കുന്നു, അല്ലെങ്കിൽ ഭഗവാന്റെ തത്വം, ഭഗവാന്റെ ലീലകളെ പറ്റിയിട്ട് സ്മരിക്കുന്നു, ചർച്ച ചെയ്യുന്നു. ഇതെല്ലാം അദ്ദേഹം ചെയ്യുന്ന ഒരു ദിവസത്തിൽ 24 മണിക്കൂറും ഈ കാര്യങ്ങളിലാണ് ഇടപെടുന്നത്. അപ്പോൾ അതിൽ എവറി മോമെന്റും കൃഷ്ണ കോൺഷ്യസ് ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്, അല്ലാണ്ട് തൻ്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യുന്നില്ല എന്നർത്ഥം. അപ്പൊ കൃഷ്ണാവബോധം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പ്രീതിക്കനുസരിച്ച്, ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കൃഷ്ണാവബോധമാണ്. നേരെ മറിച്ച് നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ, അതായത് ഞാൻ, എൻ്റെ വീട്, എൻ്റെ സ്വത്ത്, എൻ്റെ കുടുംബം, എൻ്റെ കൂട്ടുകാര്, അവരുടെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നത് ശാരീരിക അവബോധത്തിലാണ്.
ഇതാണ് വ്യത്യാസം. മെറ്റീരിയൽ ആക്ടിവിറ്റിയും സ്പിരിച്വൽ ആക്ടിവിറ്റിയുള്ള വ്യത്യാസം. ഒന്ന് സ്വന്തം ഇന്ദ്രിയതൃപ്തി അല്ലെങ്കിൽ എക്സ്റ്റൻഷൻസിന്റെ ഇന്ദ്രിയതൃപ്തി. നമ്മുടെ എക്സ്റ്റൻഷൻസ് ആരാണ്? ഭാര്യ, ഭർത്താവ്, മക്കള്, സൊസൈറ്റി, ഫ്രണ്ട്സ്, ഇതൊക്കെ അവരുടെ ഇന്ദ്രിയതൃപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു. മറ്റത് ഏതൊരു ആക്ടിവിറ്റിയും ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നത്, അത് സ്പിരിച്വൽ ആക്ടിവിറ്റി. സോ വൺ മേ വണ്ടർ, ഈസ് ദിസ് എൻ എക്സാജറേഷൻ ഓർ പെർഹാപ്സ് എൻ എക്സ്പ്രഷൻ ഓഫ് വിഷ്ഫുൾ തിങ്ക്? ചില ആൾക്കാർ ഇത് വളരെ ഒരു എക്സാജറേഷൻ അല്ലേ? 24 മണിക്കൂറും ഭഗവാനെ മാത്രം നോക്കുക, ഭഗവാന്റെ കാര്യങ്ങളിൽ മാത്രം ഇടപെടുക, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ചെയ്യുക. അപ്പൊ നമ്മൾ എപ്പോഴാണ് ജീവിക്കുന്നത്? നമുക്കും ജീവിക്കണ്ടേ? ഈ ചോദ്യം പല ആൾക്കാരും, എനിക്കും ജീവിക്കണ്ടേ? അപ്പൊ ഇതൊരു എക്സാജറേഷൻ ആയിട്ട് ആൾക്കാർക്ക് തോന്നാം. എല്ലാ സമയത്തും നിങ്ങൾ ഭക്തി ഭക്തി ഭക്തി, ജപം ജപം ജപം, ഓക്കെ, അങ്ങനെ പറഞ്ഞിരുന്നാൽ നിങ്ങൾ എപ്പോഴാണ് ജീവിക്കുന്നത്? ഈ ഭക്തി ചെയ്യുമ്പോഴാണ് നമ്മൾ ശരിക്കും ജീവിക്കുന്നത്. മറ്റത് ടെമ്പററി ആണ്, മറ്റത് ആർട്ടിഫിഷ്യലാണ്. ഇത് മനസ്സിലാക്കുന്നില്ലേ ആൾക്കാർ? നമ്മൾ ആരും, കാരണം അത്രയും ഭാണ്ഡം നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ റിയാക്ഷൻ നമ്മളുണ്ട്, അതെല്ലാം തീരണ്ടേ? നമുക്ക് മുഴുവനായിട്ടും ഒരു ഭക്തനായിട്ട് തീരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഭാണ്ഡങ്ങളെല്ലാം ഇല്ലാതെ വേണം. സത്കർമ്മവും ദുഷ്കർമ്മവും 2 ഭാണ്ഡങ്ങളാണ്. ആ 2 ഭാണ്ഡങ്ങളും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് നമുക്ക് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമുക്കിതൊരു എക്സാജറേഷൻ ആയിട്ട് തോന്നാം. പക്ഷെ ഒരു ഭക്തനെ സംബന്ധിച്ചോളം ഇത് ശരിക്കും ആനന്ദിക്കുന്ന ഒരു സമയമാണ്. അതിനാണ് ആനന്ദം. ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന ആ ഏതൊരു ആക്ടിവിറ്റിയും അവർക്ക് ആനന്ദം വരുന്നു. മറ്റത് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി ആനന്ദമല്ല, നമുക്ക് ദുഃഖത്തിന്റെ ഇടയിൽ കിട്ടുന്ന ചെറിയൊരു ഫ്ലിക്കറിങ് ഹാപ്പിനെസ് ആണ്. ദുഃഖാലയം അശാശ്വതമാണ് ഈ ഭൂമി, ഈ ഭൗതിക ലോകം. അപ്പോൾ അതിൻ്റെ ഈ ദുഃഖാലയത്തില് നമുക്ക് എപ്പോഴെങ്കിലും ഒരു ബ്രീതിങ് സ്പേസ് കിട്ടുന്നില്ലേ? ആ ബ്രീതിങ് സ്പേസ് ആണ് നമ്മളുടെ സന്തോഷം, അല്ലെങ്കിൽ നമ്മുടെ ആനന്ദം, നമ്മളുടെ സുഖം. ഇതാണ് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. പക്ഷെ ഭക്തന്മാരാണ് ശരിക്കും ആനന്ദിക്കുന്നത്. ഇതാണ് കാരണം. ഭക്തന്മാർ എന്തുകൊണ്ടാണ് ആനന്ദിക്കുന്നത്? ഭക്തന്മാര് ഭഗവാനായിട്ടാണ് സമ്പർക്കം. ഭഗവാൻ സച്ചിദാനന്ദമാണ്. ആ സച്ചിദാനന്ദമായിട്ടുള്ള ഭഗവാനായിട്ട് സമ്പർക്കം ചെയ്യുമ്പോൾ അവരും സച്ചിദാനന്ദമായിട്ടുള്ള ആ കാര്യങ്ങൾ ആനന്ദം അനുഭവിക്കുന്നു. അപ്പോൾ ഇത് എക്സാജറേഷൻ അല്ല. ദ ആൻസർ ഇസ് നോ. ദിസ് വേഴ്സ് ഡിസ്ക്രൈബ്സ് ദ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഓഫ് കിങ് കുലശേഖര എപ്പിയർഡ്. ഇത് അദ്ദേഹം അനുഭവിച്ചിട്ട് അറിയുന്നത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഈ ശ്ലോകത്തിലൂടെ നമ്മളിത് പഠിപ്പിച്ചു തരുന്നത്. അല്ലാണ്ട് ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഒരു എക്സാജറേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇമ്പോസ്റ്ററായിട്ടോ പ്രിറ്റൻഡ് ചെയ്യുന്നല്ല കുലശേഖര ആൾവാർ. അവർ ജീവിക്കുകയാണ്. കുലശേഖര ആൾവാർ രാമായണത്തിന്റെ ബ്രാഹ്മണന്മാര് രാമായണത്തിന്റെ കഥ, ലീലകൾ പറയുന്ന സമയത്ത് ഹീസ് ലിവിങ് അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ടൈം മൊമെന്റ്. സീതാദേവിയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയി പറഞ്ഞപ്പോ he's thinking that it is happening at that particular moment, and he's instructing all his soldiers, come on, march up. രാവണനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സീതാദേവി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാ മിനിസ്റ്റേഴ്സിനോടും ഇൻസ്ട്രക്ഷൻ കൊടുത്തു, ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യാൻ ലങ്കയിലേക്ക്. സോ ദാറ്റ് ഈസ് ദ സ്റ്റാറ്റസ് പൊസിഷൻ ഓഫ് പ്യൂർ ഡിവോട്ടീസ്. അപ്പൊ അതൊന്നും ഒരു എക്സാജറേഷൻ അല്ല, ദേ ആർ ലിവിങ്. അതാണ് ഇവിടെ പറയുന്നത്. സോ കംപ്ലീറ്റ് അബ്സോർപ്ഷൻ. ആ അബ്സോർപ്ഷനിൽ അവര് കാലം, സമയം, ഇതിന്റെ ഇൻഫ്ലുവൻസ് ഒന്നും അവർ ബാധിക്കുന്നില്ല. അപ്പോൾ ആ സമയത്ത് നടക്കുന്ന ഒരു ഇൻസിഡന്റ് ആയിട്ടാണ് കുലശേഖര ആൾവാർക്ക് തോന്നിയത്. അതുകൊണ്ട് സീതാപഹരണം കഴിഞ്ഞു, രാവണന്റെ അപ്പോൾ ഉടനെ സോൾജേഴ്സിനെ തയ്യാറാക്കുകയാണ്. ഉടനെ നമ്മൾ പോകണം, അറ്റാക്ക് ചെയ്യണം, രാവണനെ വധിക്കണം, സീതയെ വീണ്ടെടുക്കണം എന്നുള്ള അതാണ് ഇമ്മീഡിയറ്റ്ലി അവിടെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. മിനിസ്റ്റേഴ്സ് ആ അബ്സോർപ്ഷനില്ല. അതുകൊണ്ട് അവർക്കറിയാം. അവരെന്ത് ചെയ്തു? രാജാവാണ് പറയുന്നത്, രാജാവിന്റെ ഇൻസ്ട്രക്ഷനെ ധിക്കരിക്കാൻ പറ്റില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? അവർക്കറിയാം. അപ്പൊ മിനിസ്റ്റേഴ്സിൽ അതിന്റെ ചീഫ് മിനിസ്റ്റർ പറഞ്ഞു, എന്തായാലും രാജാവ് പറയുന്നില്ലേ,
അപ്പൊ നമ്മൾ ചെയ്യാം. എന്നിട്ട് കുറച്ച് ആൾക്കാർ മുമ്പിൽ പോയിട്ട് പറഞ്ഞു, ഓക്കെ, സീതാദേവി ആൾറെഡി രാമൻ വീണ്ടെടുത്തു, അതുകൊണ്ട് രാജാവെ പോകേണ്ട ആവശ്യമില്ല, നമുക്ക് തിരിച്ചു വരാം. ഇതാണ് അവരുടെ കംപ്ലീറ്റ് അബ്സോർപ്ഷൻ. നമുക്ക് ആ അബ്സോർപ്ഷൻ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ശുദ്ധ ഭക്തി സ്റ്റേജിൽ എത്തണം. So moreover, such absorption in various services to the Lord is possible not only for King Kulashekara, but for all sincere devotees. നമുക്കും പറ്റും. നമ്മൾ സിൻസിയർ ആയിട്ട് ഭഗവത് സേവനം ചെയ്യുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ആ അവസരം എത്തും. അത് ആനന്ദമുള്ള, അത് അത്രയും ആനന്ദം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജാണ്. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നല്ല, ഇതെല്ലാം അനുഭവിച്ചറിയുന്നതാണ്. അപ്പോൾ ഇത് കുലശേഖര ആൾവാർ തൻ്റെ സ്വന്തം അനുഭവം നമ്മൾക്ക് പറഞ്ഞു തരാണ്. അപ്പൊ നമുക്കും ആ തലത്തിലേക്ക് ചെന്നെത്താൻ പറ്റും എന്നാണ് പറയുന്നത്. Such 24-hour engagement in the Lord's service is rarely possible at once, but we can take encouragement from Lord Krishna's words in the Bhagavad Gita 12.9. അപ്പോൾ ഇങ്ങനെ അറ്റ്വാൻസ് ഇമ്മീഡിയറ്റ്ലി ഉടനെ തന്നെ നമുക്ക് ആ തലത്തിലേക്ക് ഉയരാൻ പറ്റില്ല. പക്ഷേ ഈ ലീലകളിൽ നിന്നെല്ലാം നമുക്ക് ഇൻസ്പിറേഷൻ എടുക്കാൻ പറ്റും. അങ്ങനെ ഇൻസ്പിറേഷൻ എടുത്തിട്ട് നമുക്കും സ്ലോലി ഗ്രാജുവലി അഡ്വാൻസ് ചെയ്യാൻ പറ്റും. ഭഗവത്ഗീത 12.9 എന്താ പറയുന്നത്? ഇഫ് യു കനോട്ട് ഫിക്സ് യുവർ മൈൻഡ് അപ്പോൺ മീ വിതൗട്ട് ഡീവിയേഷൻ, then follow the regulatory principles of Bhakti Yoga. In this way, develop the desire to attain me. 12.9. എന്താണ് 12.9? നോക്കാം. കാണുന്നില്ല. ഓക്കെ, എന്താണ് 12.9? ഇല്ല, വരുന്നില്ല. ഓക്കെ, 12.9. അഥാചിത്തം സമാധാതും ന സക്നോസി മയി സ്ഥിരം അഭ്യാസ യോഗേന തതോ മാം ഇച്ഛാപ്തും ധനഞ്ജയ. അഥാചിത്തം സമാധാതും, നമുക്ക് ഭഗവാനെ ടോട്ടൽ ഫിക്സ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ, നമ്മുടെ മനസ്സ് ഭഗവാനിൽ അർപ്പിക്കാൻ പറ്റില്ലെങ്കിൽ എന്താണ്? ന സക്നോസി മൈസനം, അത് സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അഭ്യാസ യോഗേന തതോ, എന്താണ് പറയുന്നത്? Then follow the regulatory principles of Bhakti Yoga. നമ്മുടെ മനസ്സ് ഭഗവാനിൽ അർപ്പിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് ഓഫ് ഭക്തി യോഗ പ്രാക്ടീസ് ചെയ്യാനാണ് പറയുന്നത്. ഇൻ ദിസ് വേ ഡെവലപ്പ് ഡിസയർ ടു അറ്റൈൻ മീ. അങ്ങനെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യണം ആഗ്രഹം ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടിയിട്ട്. അതാണ് 12.9. ഇഫ് യു കനോട്ട് ഫിക്സ് യുവർ മൈൻഡ് അപ്പോൺ മീ വിതൗട്ട് ഡീവിയേഷൻ, then follow the regulatory principles of Bhakti Yoga. In this way, develop the desire to attain me. അഥാചിത്തം സമാധാതും ന സക്നോസി മയി സ്ഥിരം അഭ്യാസ യോഗേന തതോ മാം ഇച്ഛാപ്തും ധനഞ്ജയ. So King Kulashekara first states, Namami, I offer obeisances. This refers to bowing down to the Lord physically and mentally, thus praying to him with one's whole being to be placed, as Lord Chaitanya said, as an atom at his lotus feet. Okay. Now, I offer obeisances. This refers to bowing down to the Lord physically and mentally. അപ്പോൾ നമ്മൾ ഫിസിക്കലി പ്രണാമം ചെയ്യണം, മനസ്സിലും നമ്മൾ പ്രണാമം ചെയ്യണം. Thus praying to him with one's whole being to be placed. As Lord Chaitanya, Hare Krishna, ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. Okay, so moreover, sorry. So I offer obeisances. This refers to bowing down to the Lord physically and mentally, thus praying to him with one's whole being to be placed, as Lord Chaitanya said, as an atom. എന്താണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്? ശിക്ഷാക്ഷേത്രത്തിൽ എന്താണ് പറയുന്നത്?
ഭഗവാന് സമർപ്പിക്കുന്നത്. ഭഗവാന്റെ ബർത്ത് ആഫ്റ്റർ ബർത്ത്, ഭഗവാന്റെ പാതാരവിന്ദത്തില് എപ്പോഴും എനിക്ക് നമിക്കാനുള്ള, ആ പാതാരവിന്ദത്തില് എപ്പോഴും ഇരിക്കാനുള്ള അവസരം ലഭിക്കട്ടെ എന്നാണ് പറയുന്നത്, അല്ലെ? ആശ്ലിഷ്യവ പാദര പിന്നെന്താ? അത് മർമാർത്ഥം കുറുത്തുവ യഥാർത്ഥ വിതഥാർത്ഥുലംബതോ മത് പ്രാണനാഥസ്തു സ ഏവനാപര. അല്ലേ? അപ്പൊ എപ്പോഴും ഭഗവാന്റെ പാദങ്ങളിൽ, പാതാരവിന്ദത്തിൽ എപ്പോഴും, അതാണ് ഇവിടെ പറയുന്നത്. അറ്റ് ഹിസ് ലോട്ടസ് ഫീറ്റ് വി ഓഫർ ഒബേസൻസസ് because we recognize the inconceivable greatness of the Supreme Lord, and we beg for awareness of our own tininess and dependence on Him. In addition to following the regulatory principles of devotional service, we should take time regularly to go beyond the mechanical activity of religious duties. അപ്പൊ നമ്മളെല്ലാം ഇപ്പോ ഒരു ആർട്ടിഫിഷ്യലായിട്ട്, മെക്കാനിക്കലായിട്ടാണ്. നമുക്ക് രുചി വന്നിട്ടില്ല. കാരണം അത്രയും പ്രാരാബ്ധം ഉണ്ട് ഇവിടെ. ഭഗവാന്റെ നാമത്തിലോ ഭഗവാന്റെ ലീലകളിലോ ഭഗവാന്റെ രൂപത്തിലോ ഭഗവാന്റെ ഗുണങ്ങളിലോ ഭഗവാന്റെ ആട്രിബ്യൂട്ട്സിൽ നമുക്ക് രുചി ഇതേവരെ വന്നിട്ടില്ല. കുറേശ്ശെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളെ ഇത് പ്രോഗ്രസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് നമ്മുടെ രുചി കൂടും, നമ്മുടെ സിൻസിയാരിറ്റി. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് മെക്കാനിക്കൽ മീൻ. അവിടെ ഇത് പറയുന്നത്. Yeah, here it is. In addition to following the regulatory principles of devotional service, we should take time regularly to go beyond the mechanical activity of religious duties. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന റിച്വൽസ് ആണ്. എന്താണ് റിച്വൽസ് പറഞ്ഞാൽ? നമ്മളുടെ വേദങ്ങളിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. റിച്വൽസ് അതിനെ സ്പിരിച്വൽ ആക്കണം. റിച്വൽസിനെ അതിൻ്റെ കൂടെ SP ആയി കൂട്ടിയാൽ മതി, അപ്പൊ സ്പിരിച്വൽ ആയി. ഇപ്പൊ ചെയ്യുന്നത് നമ്മളുടെ ഒരു മെക്കാനിക്കൽ ആയിട്ടാണ്. അങ്ങനെ മെക്കാനിക്കലായി ചെയ്ത് നമുക്ക് അതിനോട് രുചി വരുമ്പോൾ അതിനെ സ്പിരിച്വൽ ആവും. അപ്പൊ നമ്മളത് ഈ റെഗുലേറ്റഡ് ഡിവോഷൻ സർവീസിൽ നിന്ന്, വൈദ്യ സാധന ഭക്തിയിൽ നിന്ന് രാഗാനുക ഭക്തിയിലേക്ക് പോകണം. കുട്ടികളെ നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? എങ്ങനെ റെഗുലേറ്റ് ചെയ്യും? രാവിലെ 3 മണിക്ക് എഴുന്നേൽക്കണം, പിന്നെ എന്നെ ചെയ്യണം, എന്നെ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ആദ്യം എന്താണ് നമ്മൾ റെഗുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഡെയിലി നമ്മൾ വീണ്ടും ആവർത്തിച്ച് പറയണം, ചെയ്യരുത്, ചെയ്യണം, പോകരുത്, പോകണം, ഇതൊക്കെ റെഗുലേഷൻ. പിന്നീട് അത് ചെയ്ത് അവര് ഹാബിച്വേറ്റഡ് ആവും. അതാണ് ഇവിടെ നമ്മൾ വി ഷുഡ് ഗോ ബിയോണ്ട് ദ മെക്കാനിക്കൽ ആക്ടിവിറ്റി. ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഇതല്ല. അങ്ങനെ ചെയ്ത് നമുക്ക് ഭഗവാനുടെ ആ ഒരു അടുപ്പം തോന്നും, രുചി തോന്നും, ഡിവോഷൻ സർവീസിൽ ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഓട്ടോമാറ്റിക്കലി സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്കത് ചെയ്യാൻ തോന്നും. സ്പോണ്ടേനിയസ്. പിന്നെ ഒരാളുടെ ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് ആവശ്യമില്ല. സ്പോണ്ടേനിയസ് ആയിട്ട്. ആ സ്പോണ്ടേനിറ്റിയാണ് എൻ്റെ രാഗാനുഗപതി. അപ്പൊ വൃന്ദാവനുള്ള ഭക്തന്മാർക്ക്, അത് വൃന്ദാവന്റെ ഭക്തന്മാർ എന്ന് പറഞ്ഞാൽ അത് ഗോപികമാരായാലും ശരി, ഗോപന്മാരായാലും ശരി, എല്ലാവർക്കും രാഗാനുഗ ഭക്തിയാണ്, സ്പോണ്ടേനിയസ്. അവർക്ക് റെഗുലേഷൻ ഒന്നും ആവശ്യമില്ല. നമ്മള് രാവിലെ എത്ര സമയത്ത് എഴുന്നേൽക്കണം, എത്ര സമയത്ത് ചെയ്യണം, അങ്ങനെ ഒരു സാധന ഭക്തി അവരുടെ ആവശ്യമില്ല. അവര് ചെയ്യുന്നതെല്ലാം ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി സ്പോണ്ടേനിയസ് ആയിട്ട്. അപ്പൊ അവർക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻ ബാധകമില്ല. അതുകൊണ്ട് സോഷ്യൽ എത്തിക്സ്, they are beyond social ethics. അപ്പൊ അവരെന്തെങ്ങനെ നമുക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻ ബാധകമാണ്, അവർക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഇല്ല. കാരണം അവർ 24 മണിക്കൂറും ഭക്തന്മാരെ പോലെ, അതായത് ശുദ്ധ ഭക്തന്മാരായതുകൊണ്ട് 24 മണിക്കൂറും അവർ ചെയ്യുന്നതെല്ലാം ഭഗവത് സേവനമാണ്. അപ്പൊ നമ്മളും ആ മെക്കാനിക്കൽ ആക്ടിവിറ്റിയിൽ നിന്ന് മറികടന്ന് ആ തരത്തിലേക്ക് പോകണം എന്നാണ് പറയുന്നത്. Beyond all the relative roles we may play with our family and in our religious institution, and to try to recall that we are actually eternal servants
ഓഫ് ദ സുപ്രീം ലോർഡ് ആൻഡ് ഓഫ് ഓൾ ലിവിങ് ബീങ്സ്. നമ്മൾ ഭഗവാന്റെ നിത്യസേവകന്മാരാണ്. അതേപോലെ ഭഗവാന്റെ അംശങ്ങളായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളെയും നമ്മൾ സ്നേഹിക്കണം. നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫേവറബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കണം, ചെയ്തു കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മളെ പോലെ തന്നെ എല്ലാവരും ഭഗവാന്റെ ഭക്തന്മാരാണ്, ഭഗവാന്റെ കുട്ടികളാണ്, ഭഗവാന്റെ അംശമാണ്. അപ്പോൾ നമ്മൾക്ക് എന്തെല്ലാം വേണം അതൊക്കെ അവർക്കും ആഗ്രഹമുണ്ട്. അപ്പൊ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, അവരെ ഹാം ചെയ്യാൻ പാടില്ല. അതാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നത്, വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണേ ഗവി അസ്തിനി സുനി ചൈവ സ്വപാക്കേജ പണ്ഡിത സമദർശൻ. പണ്ഡിതന്മാർക്ക് ആ തലത്തിൽ കാണാൻ പറ്റും എല്ലാവരും ഈക്വൽ ആയിട്ട്. കാരണം എല്ലാവരും ഭഗവാന്റെ ഭക്തന്മാരാണ്, എല്ലാവരും ഭഗവാന്റെ മക്കളാണ്. അപ്പൊ ആ എല്ലാവരും അവർക്ക് എല്ലാവർക്കും അവകാശമുണ്ട്. അപ്പൊ അവരെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, ഒരു സോഷ്യൽ ഡിസ്റ്റർബൻസ് ആയിട്ട് മാറാൻ പാടില്ല. അപ്പൊ അവരോടും നമുക്ക് കമ്പേഷൻ വേണം. ആരാണോ ഭഗവത് സേവനത്തിൽ ഏർപ്പെടാത്തത്, അപ്പൊ നമ്മൾ ആദ്യം നമ്മളുടെ മീതെ കമ്പേഷൻ കാണിക്കാം. അതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. നമ്മളുടെ സ്വന്തം നമ്മൾ കമ്പേഷൻ കാണിക്കും, എന്നിട്ട് വേണം മറ്റുള്ളവർക്ക് കമ്പേഷൻ കൊടുക്കുക. അപ്പൊ ഫ്ലൈറ്റിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് അവിടെ അനൗൺസ് ചെയ്യാം, എന്തെങ്കിലും എമർജൻസി വരുമ്പോൾ ആദ്യം മാസ്ക് നമ്മൾ ഇടണം, എന്നിട്ടും കുട്ടികൾക്കും എൽഡർ ആൾക്കാരെല്ലാം അവർക്ക് ഇട്ടുകൊടുക്കാൻ ശ്രമിക്കണം. നമ്മളിത് ഇടാണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അതേപോലെ അപ്പൊ ആദ്യം നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ കമ്പാഷൻ നമ്മളോടായിരിക്കണം. പല ആൾക്കാരും എന്തായാലും മറ്റുള്ളവർ ചെയ്യട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കും, പക്ഷെ എനിക്കത് ബാധകമല്ല, എനിക്ക് വേണ്ട ഉണ്ട്. അപ്പൊ നമ്മളത് ഫോളോ ചെയ്യണം, എന്നിട്ട് നമുക്ക് അറിയുന്ന പോലെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. So the preacher of Krishna consciousness should offer mental obeisance to the recipients of his message. Lord Chaitanya advised his followers, Yare Dekha Tare Kaha Krishna Udesha. ഇതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ഉപദേശം. യാരെ ദേഖ താരെ കഹ. ആരാണ് കാണുന്നത് അവരോട് നമുക്ക് കൃഷ്ണ ഉപദേശം കൊടുക്കണം. കൃഷ്ണൻ എന്താണ് ഭഗവത്ഗീതയിൽ അർജുനന് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിച്ചത്, ആ ഉപദേശം നമ്മൾ അത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മളത് അറിയണം, നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ അതിന് എഫക്റ്റ് ആവില്ല. ഞാൻ ചെയ്യാത്തൊരു കാര്യം നിങ്ങളോട് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ ചെയ്യില്ല, കാരണം ഞാൻ തന്നെ ചെയ്യില്ല. കുട്ടികൾ ഇപ്പൊ അച്ഛനും അമ്മയും പറയാണ് നുണ പറയരുത്, മോഷ്ടിക്കരുത്. അച്ഛനും അമ്മയും ഇത് ചെയ്താൽ അവരെങ്ങനെ ചെയ്യുക, അത് ഫോളോ ചെയ്യുക. അപ്പൊ വി ഷുഡ് ബി എൻ എക്സാമ്പിൾ ഫോർ ദാറ്റ്. നമ്മൾ എക്സാമ്പിൾ ആണ് മക്കൾക്ക്. അപ്പൊ അവർ ഫോളോ ചെയ്യും. നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ എന്താണ് പറയുന്നത്, ഇതാണ് അവർ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇൻസ്ട്രക്ഷനേക്കാളും കൂടുതൽ നമ്മുടെ ആക്ടിവിറ്റിയാണ് അവർ ഒബ്സർവ് ചെയ്യുന്നത്. നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്ന മാഡം ഒബ്സർവ് ചെയ്യുമ്പോൾ ആ ഒബ്സർവ് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് അവര് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. നമ്മളുടെ നിർദ്ദേശം അവർ അതേപോലെ സ്വീകരിക്കണം നിർബന്ധമില്ല. നമ്മൾ ചെയ്യുന്നില്ല, പിന്നെ എങ്ങനെ അവർ ചെയ്യുക? അത് ചൈതന്യ മഹാപ്രഭു പറയുന്നത് എന്താണ്, യാരെ ദേഖ താരെ കഹ കൃഷ്ണ ഉപദേശ. Impart Krishna's teaching to whomever you meet. By carrying out this order, we offer humble obeisances to the Lord within all living. അതാണ് നമ്മൾ നമസ്തേ, നമ്മൾ നമസ്കാരം, പ്രണാമം. അപ്പോൾ അങ്ങനെ ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ നിർദ്ദേശം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും എല്ലാവരെയും നമ്മൾ പ്രണമിക്കും. കാരണം എല്ലാവരുടെ ഉള്ളിലും ഭഗവാൻ കുടികൊള്ളുന്നു. അതുകൊണ്ടാണ് എല്ലാവരും നമ്മൾ അഹങ്കരിക്കാനുണ്ടോ, ഒരാൾ പ്രണമിക്കുന്നു. പ്രണാമം എന്താണ്? എന്നിലും നിങ്ങളിലും എല്ലാവരിലും ഈ ഈശ്വര ചൈതന്യമുണ്ട്. ആ ഈശ്വര ചൈതന്യത്തിനോട് നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മളുടെ ഈഗോന്റെ മുമ്പിലല്ല നമസ്കാരം. അവിടെ എന്താണ് മിക്ക ആൾക്കാരും എന്നെ അവൻ നമസ്കരിച്ചു, എന്നെ അത് ചെയ്തു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. അത് നമ്മളുടെ ഈഗോ ആണ്. ഈഗോ അല്ല. ആക്ച്വലി നമസ്കാരം എന്താണ്? നമ്മളെല്ലാം ഭഗവാന്റെ സെയിം ഡിവിനിറ്റി ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ആ ഡിവിനിറ്റിയെ, ആ സോളിനെ, ആ സ്പിരിറ്റിനെയാണ് നമ്മൾ പ്രണമിക്കുന്നത്. King Kulashekara says that he recites the name of Narayana at every moment. Srila Prabhupada advises his followers to do the same. അതന്നെ പ്രഭുപാദ, അതായത് 24 hours കൃഷ്ണ കോൺഷ്യസ്നസ്. ഒന്നെങ്കിൽ പ്രണമിച്ചിട്ടോ അല്ലെങ്കിൽ പൂജ ചെയ്തിട്ടോ അല്ലെങ്കിൽ
നാമം ജപിച്ചിട്ടോ അല്ലെങ്കിൽ സ്മരിച്ചിട്ടോ നമുക്ക് ഭഗവാനെ 24 മണിക്കൂറും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാൻ പറ്റും. Krishna consciousness movement, we are teaching our followers to chant the Hare Krishna mantra continuously on beats. Even those who are not accustomed to this practice are advised to chant at least 16 rounds on beats so that we may be trained. അപ്പൊ മിനിമം കോട്ട പ്രഭുപാദ തന്നിട്ടുണ്ട് നമുക്ക്. കാരണം നമുക്ക് അതൊരു പ്രാക്ടീസ് ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ചെയ്ത് നമ്മൾ 24 മണിക്കൂറും ഭഗവാന്റെ ഈവൻ മറ്റ് ജോലികൾ ഏർപ്പെടുന്ന സമയത്ത് നമുക്ക് ഭഗവാന്റെ സ്മരണം ചെയ്യാൻ പറ്റും. സദാ മീൻസ് ഓൾവേസ്. സതതം കീർത്തയന്തോ മാം കീർത്തനീയ സദാഹരി. 2 മണിക്കൂർ കഴിഞ്ഞ് മാല അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയെല്ലാം നമ്മുടെ ഭൗതിക കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. അതല്ല പറഞ്ഞിരിക്കുന്നത്. സതതം കീർത്തനീയ സദാഹരി. നമ്മൾ മറ്റുള്ള ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്തും ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, ഭഗവാൻ അർജുനോട് അതാ പറയുന്നത്, മാം അനുസ്മര യുദ്ധ്യച്ച, എന്നെ സ്മരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാനാണ് പറയുന്നത്. അപ്പോ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നു, ആ സമയത്തും ഭഗവാനെ ഓർക്കാനാണ് പറയുന്നത്. ഹരിദാസ് ഠാക്കൂർ സേസ് നിരന്തര നാമ ലവ്. നിരന്തര പറഞ്ഞാൽ 24 മണിക്കൂറും, വിത്തൗട്ട് എനി ബ്രേക്ക്, വിത്തൗട്ട് എനി സ്റ്റോപ്പേജ്. Chant the Hare Krishna mantra without stopping. Andilila 3.139. To chant all the time, one has to follow Lord Chaitanya's advice. അപ്പോൾ ചൈതന്യ മഹാപ്രഭു എന്താണ് നമ്മൾ നിർദ്ദേശിച്ചിരിക്കുന്നത്, അത് പ്രകാരം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്കത് സാധിക്കും. To think oneself lower than the straw in the street and offer all respects to others. പ്രണാദവി സുനിചേന തരോരപി സഹിഷ്ണുനാം അമാനീന മാനദേന കീർത്തനീയ സദാഹരി. കീർത്തനീയ സദാഹരി. സദാ, എപ്പോഴും, ഓൾവേസ്, നിരന്തരം. In this way, one combines reciting the Lord's name and offering obeisances. A person who does not offer respects to God and all God's creatures, who is proud of his material acquisition, cannot call upon the Lord sincerely. ഭഗവാനോടോ ഭഗവാന്റെ സൃഷ്ടിയോടോ നമ്മള് ആ ഒരു മനോഭാവം വെച്ച് പുലർത്തില്ലെങ്കിൽ നമുക്ക് ഭഗവാനെ സത്യസന്ധമായിട്ട് ശ്രദ്ധയോടുകൂടി ഉപാസിക്കാൻ പറ്റില്ല. നമുക്ക് ഭഗവാന്റെ we want Krishna's opulences, Krishna's things, but we don't want Krishna. Okay. അതല്ല നമ്മളുടെ സ്ഥിതി. ആക്ച്വലി നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇഫ് യു ഗെറ്റ് കൃഷ്ണ, വി ഗെറ്റ് കൃഷ്ണാസ് opulences also, Krishna's resources also. Arjunan was very intelligent. കാരണം എന്താണ്, അർജുനൻ കൃഷ്ണനെ ചോദിച്ചത്. കൃഷ്ണന്റെ കൂടെ കൃഷ്ണന്റെ ഓപ്പുലൻസസും കൃഷ്ണന്റെ എല്ലാ സോഴ്സസും റിസോഴ്സസും വരും. ദുര്യോധനൻ ആക്ച്വലി വിഡ്ഢിയാണ്. കാരണം ദുര്യോധനൻ കൃഷ്ണന്റെ ഓപ്പുലൻസസ് മാത്രമേ വെച്ചിട്ടുള്ളൂ, കൃഷ്ണനെ കൊടുന്നില്ല. പക്ഷെ ദുര്യോധനൻ ഇത് മനസ്സിലാക്കില്ല, കൃഷ്ണന്റെ കൂടെ ആയിരിക്കും എപ്പോഴും കൃഷ്ണന്റെ റിസോഴ്സസും ഓപ്പുലൻസസും. അപ്പൊ കൃഷ്ണൻ ആര് കൊടുന്നു? അർജുനൻ. അപ്പോ നമ്മള് ടെക്നിക്കലി സ്പീക്കിംഗ് നാരായണ സേന ദുര്യോധനടുത്ത് ഉണ്ടെങ്കിലും കൂടിയിട്ട് ജയിച്ചതാരാണ്? അർജുനൻ. കാരണം കൃഷ്ണനാണ് കൂടെയുള്ളത്. കൃഷ്ണന്റെ റിസോഴ്സസും കൃഷ്ണന്റെ ശക്തിയും എല്ലാം കൃഷ്ണന്റെ കൂടെയാണ്. അത് എക്സ്റ്റേണലി നമുക്ക് ആ സേന ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് തോൽവിയാണ് സംഭവിച്ചത്. അപ്പൊ വി ഷുഡ് ഹാവ് കൃഷ്ണ റദർ ദാൻ കൃഷ്ണാസ്. So even if he does occasionally chant the Lord's name, he does so with complacency. എന്താണ് കോംപ്ലസൻസി എന്ന് പറഞ്ഞാൽ? ലഥാർജി, മടി, ലേസിനെസ് അല്ലേ? A devotee who realizes his actual situation of dependence on Krishna calls on the name of the Lord the way a child calls upon his mother. And as stated in previous verses, such a chanter takes unprecedented nectar in the holy name. അപ്പൊ നമ്മൾ ഭഗവാനെ എങ്ങനെ വിളിക്കണം? കുട്ടികളെ അതായത് തൻ്റെ അമ്മയെ എങ്ങനെ വിളിക്കുന്നു അതേപോലെ ഭഗവാൻ വിളിക്കണം. അപ്പൊ എന്തെങ്കിലും ആപത്ത് വരുന്ന സമയത്ത്, എന്തെങ്കിലും
വിഷമുള്ള സമയത്ത് കുട്ടികളെ എങ്ങനെ തൻ്റെ അമ്മയെ വിളിക്കുന്നു, അതേ ഇന്റൻസിറ്റിയോടുകൂടി നമ്മൾ ഭഗവാനെ വിളിക്കണം. The way a child calls upon his mother. And as stated in previous verses, such a chanted tastes unprecedented nectar in the holy name. അങ്ങനെ വിളിക്കുമ്പോൾ ആ നാമത്തില് കിട്ടുന്ന രുചിയാണ് ഇവിടെ പറയുന്നത്. അൺപ്രസിഡന്റഡ് നെക്ടർ, അമൃതമാണത്. King Kulachekara also reflects on the infallible truth of Narayana. എന്താണ് infallible truth പറഞ്ഞാൽ? പരമമായ സത്യം അല്ലേ പ്രഭു? പരമമായിട്ടുള്ള സത്യം, ഒരിക്കലും നശിക്കാത്തത്, അനശ്വരമായിട്ടുള്ളത്, ഇൻഎക്സോസ്റ്റിബിൾ, ഇൻഡിസ്ട്രക്റ്റബിൾ, ഇൻഫാലിബിൾ. അതാണ് സത്യം, പരമസത്യം. സത്യം പരമസത്യം. ഓക്കെ, എന്റെ പേര് സോ ആൻഡ് സോ, അത് സത്യമാണ്, പരമസത്യമാണ്. പേര് സത്യമാണ്, പരമസത്യമല്ല. കാരണം എന്തുകൊണ്ട് പരമസത്യമല്ല? അത് ഈ ദേഹത്തിന് മാത്രമുള്ള പേരാണ്. അച്ഛനമ്മയും ഈ പെർട്ടിക്കുലർ ലൈഫിൽ എനിക്ക് തന്ന പേരാണ്. അടുത്ത ജന്മം ഞാൻ ആരായിട്ട് ജനിക്കും, എവിടെ ജനിക്കും, എന്ത് പേര് കിട്ടും എനിക്കറിയില്ല. ഇപ്പൊ പരമസത്യം പറഞ്ഞ എറ്റേണൽ, അതിന് ആദ്യമില്ല, മധ്യമില്ല, അന്ത്യമില്ല. എന്താണ് പറയുന്നത്? ജീവേര സ്വരൂപോഹെ കൃഷ്ണേര നിത്യദാസ്. ദിസ് ഈസ് മൈ എറ്റേണൽ ഐഡന്റിറ്റി. എറ്റേണൽ ഐഡന്റിറ്റി, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. ഞാൻ കൃഷ്ണദാസാണ്. മറ്റേ ഈ പേര് എനിക്കിപ്പോ എൻ്റെ അച്ഛനും അമ്മയും ഇട്ട പേര് ടെമ്പററിയാണ്. അത് 60 വർഷം, 70 വർഷം, 100 വർഷം, എത്രത്തോളം കാലം ഈ ശരീരത്തിൽ ജീവിക്കുന്നു, ആ ശരീരത്തിൽ ഉള്ള പേര്. ഇനി വേണമെങ്കിൽ എനിക്ക് ഇപ്പൊ വേണമെങ്കിൽ എൻ്റെ പേര് മാറ്റാം. അല്ലേ? നമ്മള് ഒരു പേപ്പറിൽ ഗസറ്റ് എന്താണ് പറയാ, ഒരു ഇത് കൊടുത്താൽ മതി, ഡിക്ലറേഷൻ കൊടുത്താൽ മതി. ഗസറ്റില് എൻ്റെ പേര് മാറ്റാം, റെക്കോർഡിൽ മാറ്റാം. സോ ടെമ്പററി. ഇതിന് നമ്മള് പെർമനന്റ് ആയിട്ട് തെറ്റിദ്ധരിക്കുന്നു. സോ ഇൻഫാലിബിൾ ട്രൂത്ത് ആണ്, പരമസത്യമാണ്. പരമസത്യം എന്ന് പറഞ്ഞാൽ എറ്റേണൽ, ഒരിക്കലും ചേഞ്ച് ചെയ്യപ്പെടാത്തത്, ഒരിക്കലും പരിവർത്തനം സംഭവിക്കാത്തത്, എപ്പോഴും അതേ സ്റ്റാറ്റസിലിരിക്കുന്നു, സച്ചിദാനന്ദമായിട്ട്. ദ കൺക്ലൂഷൻ സിദ്ധാന്ത കൺസേണിംഗ് ദ സയൻസ് ഓഫ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്ഹെഡ് ഈസ് റിസീവ്ഡ് ഫ്രം ദ സ്ക്രിപ്റ്റേഴ്സ്. അപ്പൊ ഈ പരമസത്യം, ഈ സിദ്ധാന്തം നമുക്ക് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടും. ഫ്രം ദ ഗുരു ആൻഡ് ഫ്രം അത്രൈസ് ഗുരു, സാധു ആൻഡ് ശാസ്ത്ര. അപ്പൊ ഗുരു, സാധു, ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കിട്ടുന്ന ഈ എല്ലാ വിവരങ്ങളും. One should regularly read and hear Srimad Bhagavatam, Bhagavad Gita, Chaitanya Charitamrita and smaller Vaishnava works. One should also hear realized devotees explain them. അപ്പൊ നമ്മള് റെഗുലർലി ഇത് വായിച്ചുകൊണ്ടിരിക്കണം. ഭഗവത്ഗീത, ഭാഗവതം, ചൈതന്യ ചരിതാമൃത എന്ന് തുടങ്ങിയിട്ടുള്ള ഓഥന്റിക് ആയിട്ടുള്ള ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കണം. അത് മാത്രമല്ല, എന്നിട്ട് ഇതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ സാധുജനങ്ങളിൽ നിന്ന് കേൾക്കണം. അപ്പൊ നമ്മളെല്ലാം ഭാഗ്യന്മാരാണ്. ഇതിന്റെ എക്സ്പ്ലനേഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രഭുപാദ് നമുക്ക് തന്നിട്ടുണ്ട്. വേർഡ് ടു വേർഡ് മീനിങ്, ട്രാൻസ്ലേഷൻ, ഡീറ്റെയിൽ പർപ്പോർട്ട്, ഇതിലും ഇതെന്താ വേണ്ടത്? ഓക്കെ, സോ വി ആർ വെരി വെരി ഫോർച്ചുനേറ്റ് ടു ഗെറ്റ് കണക്റ്റഡ് ടു ദിസ് പെർട്ടിക്കുലർ സമ്പ്രദായം. കാരണം ഈ സമ്പ്രദായത്തിലാണ് നമുക്ക് പ്രഭുപാദരെ എല്ലാം എക്സാമ്പിൾ സഹിതം നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ പർപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. മറ്റു ഒരു ഗ്രന്ഥത്തിനും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള പർപ്പോർട്ട് കിട്ടില്ല. So that's why we are very fortunate. So one who does so will eventually be able to see all events in a Krishna consciousness. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃഷ്ണാവബോധത്തിന്റെ ആ കണ്ണിലൂടെ കാണാൻ പറ്റും. ദിസ് ഈസ് നോൺ ആസ് ശാസ്ത്ര ചക്ഷു. ശാസ്ത്രത്തിന്റെ കണ്ണുകളെ കൊണ്ട് വീക്ഷിക്കാം. Seeing the world with a vision gained through scriptural knowledge. അപ്പൊ നമ്മൾ കാണുന്നെല്ലാം ഒരു മെറ്റീരിയൽ വിഷനാണ്. ഭഗവത്ഗീതയും ഭാഗവതവും മറ്റു ഗ്രന്ഥങ്ങളും നമ്മൾ വായിച്ച് മനസ്സിലാക്കി അതിനെ
മനനം ചെയ്തതിന് അതിനെ ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെല്ലാം ശാസ്ത്രവീക്ഷണമായിരിക്കും. ശാസ്ത്ര ചക്ഷു കൊണ്ട് കാണിക്കും. എന്തെങ്കിലും നമുക്കൊരു ഇത് വന്നു ഉടനെ നമ്മൾ എന്തുകൊണ്ടാണ് എനിക്ക് വന്നത്, അപ്പൊ എങ്ങനെ ഇതിനെ ശാസ്ത്ര ചക്ഷു കൊണ്ട് കാണാൻ പറ്റും. എനിക്ക് എന്തെങ്കിലും അസുഖം വന്നു, എന്തെങ്കിലും കഷ്ടകാലം വന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണം, ഉടനെ നമ്മള് ഭഗവത്ഗീത, ഭാഗവതം, അതിന്റെ ആ ശ്ലോകങ്ങൾ ഉദാഹരണ സഹിതം ഇത്. അപ്പൊ അതേപോലെ നല്ല നല്ല ഇത് വന്നു, അതും എന്തുകൊണ്ടാണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ശാസ്ത്രത്തിൽ കൂടെ വീക്ഷിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അതിനെ ഉൾക്കൊണ്ട് അതിനെന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ വിഷമാണെങ്കിൽ അതിനെ തരണം ചെയ്യാനും അതിനെ അക്സെപ്റ്റ് ചെയ്യാനും അതിനുള്ള സ്ട്രെങ്ത്തും ഭഗവാൻ നമുക്ക് തരും. അല്ലെങ്കിൽ ഇത് അറിയില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോ, ബുദ്ധിമുട്ടുകൾ വരുമ്പോ നമ്മൾ ടോട്ടലി കൊളാപ്സ് ആവും. വിൽ ഗോ ഔട്ട് ഓഫ് കൺട്രോൾ. മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ സമയത്താണ് നമ്മുടെ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. Even it will go to the point of even committing suicide because we don't have the right information. എന്താണ് ലൈഫ് എന്ന് അറിയാത്ത ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ, വിഷമങ്ങൾ വരുമ്പോൾ ആ തലത്തിലേക്ക് ചിന്തിക്കുന്നതും കാരണം നമ്മുടെ ഈ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം അറിയാത്തതുകൊണ്ട്, അതിന്റെ സ്ക്രിപ്ചറൽ നോളജ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് സ്ക്രിപ്ചറൽ നോളജ് ഗുരു സാധു ശാസ്ത്ര എന്ന് കിട്ടും. And so King Kulashekara has offered 4 activities that should consume all our time without distraction. എന്തൊക്കെയാണ് 4 activity? Offering obeisance to the Lord, worship Him, chanting His holy name, and thinking of the conclusive truths concerning Him. അപ്പൊ ഇത് ഭഗവത്ഗീതയിൽ ഭഗവാനും തന്നെ പറയുന്നത്, മന്മന ഭവമത് ഭക്തോ അധ്യാജീമാം നമസ്കുരു. അല്ലെ, 4 ഇൻസ്ട്രക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഭഗവാന് തന്നെ പറഞ്ഞു. അതന്നെ ഇവിടെ കുലശേഖർ ആൾവാരും പറയുന്നു. മന്മന എപ്പോഴും സ്മരിക്കുക, എന്റെ ഡിവോട്ടി ആവാ, മധ്യാജി വർഷിപ്പ് ചെയ്യുക, നമസ്കുരു പ്രണമിക്കുക. അതന്നെ ഇവിടെയും പറഞ്ഞിരിക്കുന്നു. അതും 2 പ്രാവശ്യമാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒന്ന് 934, ഒന്ന് 1865. ഇത് എന്തുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? ഇന്നലെ ജയസാക്ഷി പ്രഭു ക്ലാസ് പറയാണ്. ഓക്കെ, വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് അതിന്റെ സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഓം ശാന്തി 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 3 പ്രാവശ്യം. അപ്പൊ 3 പ്രാവശ്യം പറയുമ്പോൾ അത് സത്യമല്ല, അത് പരമസത്യമാണ്. ഹരേർനാമ 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 കേവലം കലോ നാസ്തിയേവ നാസ്തിയേവ നാസ്തിയേവ. 3 പരമസത്യമാണ്, അതല്ലാണ്ട് വേറെ ഒന്നുമില്ല, അത് പരമസത്യമാണ്. അപ്പൊ അതേപോലെ ഈ പെർട്ടിക്കുലർ ശ്ലോകം ഭഗവത്ഗീതയിലും 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ. അപ്പൊ അതിന്റെ സിഗ്നിഫിക്കൻസും അതിന്റെ ആ ഒരു അബ്സല്യൂട്ട് ട്രൂത്തും നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. So these practices are included in the 9-fold process of devotional service. Prahlad Maharaj describes in the 7th canto of Srimad Bhagavatam 7.5.23. എന്താണ്? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ശ്രീമദ് ഭാഗവതത്തിൽ പ്രഹ്ലാദ് മഹാരാജിന്റെ ആ ഇൻസ്ട്രക്ഷനിലുണ്ട്. So whether one performs the activities King Kulashekara mentions here or adds the ones Prahlad Maharaj recommended, praying, worshipping the deity, becoming the Lord's friend, and so on, one can move from one activity to another, from one thought to another, and yet stay within the internal spiritual energy of Lord Narayana. അപ്പൊ കുലശേഖര ആൾവാർ പറഞ്ഞ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്താലും ശരി, പ്രഹ്ലാദ് മഹാരാജ് പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ ചെയ്താലും ശരി, സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ അർജുനോട് നിർദ്ദേശിച്ചിട്ടുള്ള മന്മനാഭവത്തു അത് ചെയ്താലും ശരി, എല്ലാം നമ്മളെ സതതം കീർത്തയന്തോമാം കീർത്തനീ സദാഹരി 24 മണിക്കൂറും കൃഷ്ണാവബോധത്തില് നമ്മളെ ഏർപ്പെടുത്താനുള്ള ഒരു പ്രക്രിയയാണ്. Such a fully Krishna conscious devotee will transfer at the time of death to the spiritual world. അപ്പൊ അങ്ങനെ പൂർണ്ണമായിട്ടും ഭഗവാനെ ശരണാഗതി പ്രാപിച്ച് ഭഗവാന്റെ
കാര്യങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ഒരു ശുദ്ധ ഭക്തൻ ഈ ദേഹം വെടിയുമ്പോൾ എവിടേക്ക് പോകുന്നു? സ്പിരിച്വൽ വേൾഡിലേക്ക് പോകുന്നു. Devotee will transfer at the time of death to the spiritual world. അപ്പോൾ എന്റെ ധാമം പ്രാപിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു ഒരു ശുദ്ധ ഭക്തൻ. Where he will render further services to the blissful company of the Lord and his intimate associates. അവിടെ ആ സേവനം കണ്ടിന്യൂ ചെയ്യുന്നു. ഇവിടെ കഴിഞ്ഞു എന്ന് തീരുമാനിക്കേണ്ട, ഓ കാര്യം കഴിഞ്ഞു. അവിടെ നമ്മുടെ ഈ സേവനം ഏത് അതീന്ദ്രിയ അവസ്ഥയിൽ 3 ഗുണത്തിന്റെ മീതേണ്ട ശുദ്ധ സാത്വിക സ്റ്റേജില് ഭഗവാനെ നമ്മുടെ സേവനം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ സേവനം എപ്പോഴും ഉണ്ട്. ഇവിടെ നമ്മൾ നിർഭാഗ്യവശാൽ നമ്മൾ സേവിക്കുന്ന ഒബ്ജക്റ്റ് തെറ്റാണെന്ന് മാത്രം. എന്നാണ് നമ്മളിപ്പോ സേവിക്കുന്നത്? നമ്മളുടെ ഇന്ദ്രിയങ്ങളെ സേവിക്കുന്നു. അപ്പൊ ആ ഒബ്ജക്റ്റ് ഓഫ് വേർഷിപ്പ് ഹാസ് ടു ബി ചേഞ്ച്ഡ്. നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് പകരം ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ സേവിക്കാൻ നിന്നാൽ നമ്മളൊരു ശുദ്ധഭക്തനാവും. അത് നമുക്ക് മുക്തിക്ക് ശേഷം ആ സർവീസ് കണ്ടിന്യൂ ചെയ്യും. അവിടെ നമ്മൾ സച്ചിദാനന്ദമായിട്ടുള്ള നമ്മുടെ സ്വരൂപത്തിൽ ഭഗവാനെ ആനന്ദത്തോടു കൂടി സേവിക്കാൻ പറ്റും. അതാണ് അവിടെ പറയുന്നത്, where he will render further service to the blissful company of the Lord and his intimate associates. ഭഗവാനും ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാരും ആ കമ്പനിയിൽ നമുക്ക് സേവനം തുടരാൻ പറ്റും. അതിന് മാത്രമേ നമുക്ക് ആനന്ദം കിട്ടുള്ളൂ. മറ്റത് ആനന്ദമല്ല, ജഡാനന്ദമാണ്. ആ ജഡാനന്ദം ഫ്ലിക്കറിംഗ് ആണ്, ടെമ്പററി ആണ്. ഇവിടെ എറ്റേണൽ ആയിട്ടുള്ള ആനന്ദത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നു. പൂർണ്ണമായിട്ടും ശരണാഗതി പ്രാപിച്ച ഈ പ്രോസസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ. ഇതാണ് ചന്ദ്രശേഖർ ആൾവാറിന്റെ നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം. ഹരേ കൃഷ്ണ. വഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ वैष्णवेभ्यो नमो नमः. अनंत कोटि वैष्णव की जय. श्री प्रभुपाद की जय. गुरु महाराज की जय. गो प्रेम हरि हरि बोल.